നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതന്റെ ജാമ്യാപേക്ഷ ഇന്നലെ നെടുമങ്ങാട് കോടതി തള്ളി. തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ആർ സുഗതൻ വാഴോട്ടുകോണം എന്ന വാർഡിലെ കൗൺസിലറാണ്. വാഴോട്ടുകോണം വാർഡ് കൗൺസിൽ അല്ലെങ്കിൽ വാർഡിലെ പരിധിയിലുള്ള ഒരു ക്ഷേത്രത്തിലാണ് സംഘർഷം നടന്നത്. ആ സംഘർഷത്തിൽ കേസിൽ പ്രതിയാണ് ആർ സുഗതൻ. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാപ്പ അടക്കം ചുമത്തിയിട്ടുള്ള കേസായതിനാൽ ഈ കേസിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല. സത്യത്തിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ ജാമ്യം മജിസ്ട്രേറ്റ് കോടതി നൽകാറില്ല. അതിനുള്ള അധികാര പരിധി ഈ മജിസ്ട്രേറ്റ് കോടതിക്കില്ല എന്നതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അതായത് ആദ്യം കോടതി പരിഗണിക്കുക ഇങ്ങനെയുള്ള ജൂറിസ്ഡിക്ഷൻ ആയിരിക്കും. അത് പരിഗണിക്കുമ്പോൾ തന്നെ കോടതിയുടെ അധികാര പരിധിയിലുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് മറ്റൊരു കാരണം കൊണ്ടുമല്ല. അതുകൊണ്ട് തന്നെ സുഗതൻ ഹാപ്പിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനി സുഗതന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ കഴിയും ഈ കേസിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഗതനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ആണ് ഇപ്പോൾ സുഗതൻ ഉള്ളത്. കഴിഞ്ഞ ദിവസം വിയ്യൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഈ സുഗതനെ എത്തിച്ചിരുന്നു. ഇതേ കേസിൽ തെളിവെടുപ്പും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എത്തിച്ചത്. എത്തിച്ചതിന് ശേഷം തെളിവെടുപ്പ് നടത്തി വീണ്ടും പോലീസ് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് സുഗതനെ മാറ്റിയിരിക്കുന്നു. ആ കേസിലാണ് ജാമ്യാപേക്ഷ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചത്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇനി ഇപ്പോൾ സുഗതന് ഹൈക്കോടതിയിൽ സമീപിക്കാൻ കഴിയും. ജാമ്യത്തിന് വേണ്ടി ഉടൻ സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. കാരണം എത്രയും വേഗം സുഗതന് ജാമ്യം ലഭിക്കേണ്ടത് സുഗതനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. രണ്ട് കാരണങ്ങൾ അതിനുണ്ട്. അതിലൊന്നാമത്തെ കാരണം സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറാണ്. ഒരു കൗൺസിലർ എന്ന നിലയിൽ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യതയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 3 കൗൺസിലുകളിൽ പങ്കെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. 3 കൗൺസിലുകളിൽ ഒന്നിലെങ്കിലും പങ്കെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു കൗൺസിൽ യോഗം സുഗതന്റെ അസാന്നിധ്യത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 കൗൺസിൽ യോഗങ്ങളിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യത ക്ഷണിച്ചു വരുത്തുന്ന നടപടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത കൗൺസിൽ യോഗത്തിലെങ്കിലും സുഗതന് പങ്കെടുക്കേണ്ടതുണ്ട് എന്നതിനാൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കേണ്ടത് സുഗതനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യവും നിർണായകവുമാണ്. രണ്ടാമത്തെ കാര്യം എന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 19 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിരുന്നു. അതായത് ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പേരിൽ ഹൈക്കോടതി അത് റദ്ദാക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അതിൻ്റെ ഭാഗമായി അതായത് 4 ആഴ്ചയ്ക്കുള്ളിൽ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. പക്ഷേ ഈ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സുഗതൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന 20 കൗൺസിലർമാരിൽ ഒരാൾ സുഗതനാണ്. സുഗതൻ ഉൾപ്പെടെയുള്ള 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് അസാധുവായത്. ഇതിൽ 19 കൗൺസിലർമാരും ഈ വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് ഹൈക്കോടതി വിധി പാലിച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ വിധി പാലിക്കാനുള്ളത് സുഗതൻ മാത്രമാണ്. എത്രയും വേഗം ജാമ്യം ലഭിച്ച് സത്യപ്രതിജ്ഞ ചെയ്തില്ല അല്ലെങ്കിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും എന്നിങ്ങനെ 2 പ്രശ്നങ്ങൾ സുഗതന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ഇടക്കാല ജാമ്യമെങ്കിലും നേടിയെടുത്തതിന് ശേഷം ആ ദിവസം തന്നെ കൗൺസിൽ യോഗം മറ്റോ ചേരുക അങ്ങനെയുള്ള ചില നടപടികളിലേക്കൊക്കെ BJP കടക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഹൈക്കോടതി ഒരു ഇടക്കാല ജാമ്യമെങ്കിലും സുഗതന് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഗതനെതിരെയുള്ള കേസുകൾ അത് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ചതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് സുഗതന്റെ ഭാഗം വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഗതന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ ഏതായാലും BJPക്കുണ്ട്. എന്തായാലും ഈ കേസിൽ പ്രധാനമായും 2 കാരണങ്ങളാണ് സുഗതൻ എത്രയും വേഗം പുറത്തു വരേണ്ടത് നിർണായകമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുഗതൻ ഇനിയിപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും
BJPയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി മാറും എന്ന വാർത്തയാണ് വരുന്നത്. അതായത് ഒരു സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ സുഗതനെ BJP ഉയർത്താനുള്ള സാധ്യതയുമുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല കൗൺസിലർമാരും BJP കൗൺസിലർമാരും ഇത്തരത്തിൽ സംസ്ഥാനം മൊത്തം അറിയപ്പെടുന്ന ആളുകളാണ്. സുഗതനാകട്ടെ വാഴോട്ടുകോണം എന്ന ഒരു ചെറിയ വാർഡിൻ്റെ കൗൺസിലർ മാത്രമായിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന സുഗതനെ കേരളം മൊത്തം ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. അത് ഈ കേസുകൾ കാരണമാണ്. കഴിഞ്ഞ BJP പറയുന്നത് പോലെ ഇടത് സർക്കാരിൻ്റെ കാലത്ത് നടന്ന സുഗതനെതിരെ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചന കാരണമാണ് അങ്ങനെയൊരു കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുഗതൻ വളർന്നത്. അതുകൊണ്ട് തന്നെ സുഗതനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതാവ് എന്ന നിലയിലേക്ക് ഉയർത്താനും പാർട്ടിയുടെ ആലോചനയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം സുഗതനെ പ്രൊഡക്ഷൻ വാറണ്ടിനായി അതുപോലെ തന്നെ കസ്റ്റഡി അപേക്ഷയ്ക്കായിട്ടൊക്കെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ നടന്ന സംഭവ വികാസങ്ങളും സുഗതന് അനുകൂലമായ ചില വികാരങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ നെടുമങ്ങാട് കോടതിയിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും സുഗതനെ ഹാജരാക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഉടനെ തന്നെ ക്ഷീണമുണ്ടോ എന്ന് കോടതി ആരായുന്നു. ആ സമയത്ത് ക്ഷീണമുണ്ട് എന്ന് തന്നെ സുഗതൻ പറയുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്ക് കോടതിയുടെ നിർദ്ദേശമുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകേണ്ടത് വിയ്യൂരിൽ നിന്നും സുഗതനെ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അവരെ മാറ്റി നിർത്തിയിട്ട് വട്ടിയൂർക്കാവ് SHO ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് സുഗതനെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറ്റി ആരോഗ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്ത് വണ്ടിയിൽ വെച്ച് തന്നെ മാനസികമായി ഭീഷണിപ്പെടുത്തിയെന്നും മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സുഗതൻ പിന്നീട് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം, അതായത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരികെ എത്തി കോടതിയെ അറിയിച്ചിരുന്നു. ഇത് കോടതി വലിയ ഒരു കാര്യമായിട്ടാണ് എടുത്തത്. കാരണം ഗൗരവമായി തന്നെ കോടതി ഇത് എടുക്കുകയായിരുന്നു. കാരണം സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റഡി അപേക്ഷയിൽ കോടതി തീർപ്പാക്കിയിട്ടില്ല, കസ്റ്റഡിയിലേക്ക് സുഗതനെ നൽകിയിട്ടില്ല. ആ സമയത്ത് ലോക്കൽ പോലീസ് എന്തുകൊണ്ട് സുഗതനെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി എന്ന ചോദ്യം കോടതി ചോദിക്കുന്നു. അതിനുശേഷം വട്ടിയൂർക്കാവ് SHOയോട് CIA അല്ലെങ്കിൽ SIയോട് ഹാജരാകാൻ നിർദ്ദേശിക്കുന്നു. അദ്ദേഹം അതിരൂക്ഷമായ വിമർശനമാണ് പിന്നീട് കോടതി ഈ പോലീസിനെതിരെ നടത്തുന്നത്. അതിനുശേഷം ഈ കേസിൻ്റെ ഗൗരവം അറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ എന്ന് കൃത്യമായി പോലീസിനെ താക്കീത് നൽകുന്നു കോടതി. അതിനുശേഷം 2 ദിവസമാണ് കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ സുഗതനെ കസ്റ്റഡിയിൽ വേണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ആയുധമടക്കം കണ്ടെത്തേണ്ടതുണ്ട്. കമ്പിവടി കൊണ്ട് മർദ്ദിച്ചു എന്നാണ് സുഗതനെതിരെയുള്ള കേസ്. എന്നാൽ അങ്ങനെ ഒരു കമ്പിവടി ഇല്ല, താൻ അങ്ങനെ ഒരു കമ്പിവടി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സുഗതൻ പറയുന്നത്. ഈ കമ്പിവടി അടക്കം കണ്ടെത്താൻ വേണ്ടി 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്നാണ് കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ വട്ടിയൂർക്കാവ് SHOയുടെ ഈ ഒരു മണ്ടത്തരം കാരണം സുഗതനെ 2 ദിവസം കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തില്ല. പകരം മണിക്കൂറുകൾ മാത്രമാണ് കോടതി കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തത്. ഇത് പോലീസിൻ്റെ ഒരു കള്ളക്കളി, പോലീസിൻ്റെ ഒരു കുടിപ്പകയാണ് ഈ കേസിന് പിന്നിൽ എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണവും തെളിവുമായി മാറി. ഇത് ജനങ്ങളടക്കം വളരെ വിശദമായി കാണുകയും അധികൃതർക്ക് കോടതിക്കടക്കം ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്ത ഒരു സംഭവമായി മാറിയിരുന്നു. അതായത് ഈ കേസിൽ BJP പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നാണ്. അതായത് പോലീസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് അടിപിടി ഉണ്ടാകുന്നു, ആ അടിപിടിയിൽ ചില ആളുകളെ സുഗതൻ മർദ്ദിക്കുന്നു. അങ്ങനെ മർദ്ദിച്ചത് കമ്പിവടി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വധശ്രമത്തിനാണ് സുഗതനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ BJPയും അതുപോലെ തന്നെ സുഗതൻ്റെ ഭാഗവും പറയുന്നത് അതങ്ങനെയല്ല. കാരണം വാഴോട്ടുകോണത്തെ കൗൺസിലറാണ് അദ്ദേഹം. അങ്ങനെ ഒരു സംഘർഷം ഒരു ക്ഷേത്ര പരിസരത്ത് ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടേണ്ടത്, ആ സ്ഥാനത്ത് എത്തേണ്ടത് കൗൺസിലറുടെ ചുമതലയാണ്. അങ്ങനെ അവിടെ എത്തി കൗൺസിലറുടെ ചുമതലകൾ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ, ആരെയും മർദ്ദിച്ചിട്ടില്ല എന്നാണ് സുഗതൻ പറയുന്നത്. എന്നാൽ കമ്പിവടി കൊണ്ട് മർദ്ദിച്ചുവെന്നും അത് വധശ്രമ കേസാണ് എന്നുമാണ് പോലീസിൻ്റെ പക്ഷം. അത് തെളിയിക്കാനായി പോലീസിന് ആ വടി കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ പരമാവധി ഈ ആയുധം കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും അതിന് കഴിഞ്ഞിട്ടില്ല. പിന്നീട് തിരികെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം സുഗതനെ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ കേസിലാണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നതും ഇനിയിപ്പോൾ സുഗതൻ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകാൻ പോകുന്നതും. മാത്രമല്ല ഈ സുഗതൻ അറസ്റ്റിലായ വിഷയത്തിൽ ഈ BJPയുടെ സംസ്ഥാന നേതൃത്വം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് പാർട്ടിക്കകത്ത് തന്നെ മുറുമുറുപ്പുണ്ട് എന്ന വാർത്തകൾ പരന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അത്തരം ചില പാർട്ടി അനുഭാവികൾ അത്തരം ചില സന്ദേശങ്ങൾ
പങ്കുവയ്ക്കുന്നുമുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് എസ് സുരേഷും ഒക്കെ അടങ്ങുന്ന സംസ്ഥാന നേതൃത്വം സുഗതനെ ഒഴിവാക്കുകയാണ്, സുഗതനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു അഭിപ്രായമാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ BJP അനുഭാവികളിൽ നിന്ന് തന്നെ ഉയരുന്നത്. അതിനുശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങൾ സുഗതനോടൊപ്പം തന്നെയാണ്, സുഗതനെ രക്ഷിക്കാനായി ഏതറ്റം വരെയും പോകും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനത്തിൽ കാര്യങ്ങൾ ഒതുങ്ങുക മാത്രമാണ് ചെയ്തത്. ഇതിപ്പോൾ കാപ്പ ഉപദേശക സമിതി ഈ സുഗതനെതിരായിട്ടുള്ള കേസുകൾ വിലയിരുത്തിക്കൊണ്ട് കാപ്പ ചുമത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാപ്പ ഉപദേശക സമിതിയിൽ ഈ അപ്പീലിന് പോകാൻ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിലടക്കം വലിയ സമ്മർദ്ദങ്ങൾ പാർട്ടിക്ക് ചെലുത്താൻ കഴിയുമായിരുന്നു. ആ സമ്മർദ്ദങ്ങളൊന്നും തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സുഗതൻ പുറത്തു വരേണ്ടത്, സുഗതൻ അയോഗ്യതനാകാതെ ഇരിക്കേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. കാരണം BJP ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്നു. 51 അംഗങ്ങളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അടക്കം 51 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ സുഗതൻ അയോഗ്യനാക്കപ്പെടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഒരംഗത്തിൻ്റെ കുറവ് വരും. വാഴോട്ടുകോണം പോലെയുള്ള ഇടതു കോട്ടയിൽ നിന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വിജയിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര ഉറപ്പുള്ള കാര്യമല്ല. പക്ഷേ സുഗതൻ അനുകൂല തരംഗം വീശിയെടുത്താൽ BJPക്ക് അതും സാധിക്കും. പക്ഷേ അത് അങ്ങനെ ഒരു റിസ്കിലേക്ക് പോകാൻ തയ്യാറല്ല. അങ്ങനെ ഒരംഗത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ UDFും LDFും എല്ലാം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനായി കാത്തിരിക്കുകയാണ്. ഇവർ തമ്മിൽ യോജിച്ചുകൊണ്ട് അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ തീർച്ചയായും BJPക്ക് ഭരണം നഷ്ടപ്പെടുന്ന, ആദ്യമായി ഭരണം പിടിച്ച കോർപ്പറേഷൻ തന്നെ നഷ്ടപ്പെടുക എന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സുഗതനെ രക്ഷിച്ചെടുക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വം ആ നിലയിൽ ഗൗരവത്തോടു കൂടി സുഗതനോടൊപ്പം നിൽക്കുന്നില്ലെന്നും കേസിൽ നിന്നും സുഗതനെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നില്ലെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ, BJP പ്രവർത്തകരും BJP നേതാക്കന്മാരുടെയും ആരോപണം. എന്നാൽ ഔദ്യോഗിക വിഭാഗം ഇതെല്ലാം തള്ളിക്കളയുകയാണ്. സുഗതനോടൊപ്പം തന്നെ തങ്ങൾ നിൽക്കുമെന്നും സുഗതനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന നിലപാടിലാണ് ഔദ്യോഗിക BJP നേതൃത്വം.